നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് മൊഡ്യൂൾ 2-നകത്തെ റിട്ടാർഡഡ് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ്. റിട്ടാർഡഡ് വെക്ടർ പൊട്ടൻഷ്യൽ നമ്മൾ സാധാരണ രീതിയിൽ വെക്ടർ പൊട്ടൻഷ്യലുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് റിട്ടാർഡഡ് വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കേസ്. അതിന് നമ്മൾ ആദ്യമേ ഒരു കണ്ടക്ടർ, ഒരു ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ ഫുൾ ലെങ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാരണം നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു പോർഷൻ, ഒരു DL വോളിയം ഉള്ള ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് ഇവിടെ പി എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഒബ്സർവർ ആണ്. അപ്പൊ ഈ കണ്ടക്ടർ കൂടെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് I എന്ന് പറയുന്ന കറണ്ട് ആണ് കണ്ടക്ടർ കൂടെ പാസ് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിലാണ് പി എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് I എന്ന് പറയുന്നത് ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കറണ്ടിന് ടൈമിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാകും. ആ വേരിയേഷൻസ് നമുക്ക് ഇവിടെ ഒരു ഫീൽഡ് ചേഞ്ച് ആയിട്ട് ഈ പിയിൽ നമുക്ക് അഫക്റ്റ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഫീൽഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ആന്റിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കേസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ രണ്ട് ഫീൽഡ് കൊണ്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു T എന്ന് പറയുന്ന ടൈം കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് I എന്ന് പറയുന്ന കറണ്ട് നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടേം ഇവിടെ പഠിക്കണം. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ ആണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അതിനെ J എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ റോ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ആണ് വരുന്നത്. ചാർജ് ഡിവൈഡഡ് ബൈ വോളിയം, യൂണിറ്റ് വോളിയം ആണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് T എന്ന് പറയുന്ന ഒരു സമയം. അപ്പൊ നമുക്കറിയാം I എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. I എന്ന് പറയാൻ I is equal to I0 sin omega t എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. I is equal to Im sin omega, I0യുടെ Im എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പീക്ക് കറണ്ട്, Im sin omega t. അപ്പൊ നമുക്കറിയാം T എന്ന് പറയുന്ന വേരിയേഷൻ, ഇപ്പൊ AC കറണ്ട് ആകുമ്പോൾ നമുക്കറിയാം ഒമേഗ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ എന്ന് പറയുന്നത്. 2πf എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഈ I ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. I എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ T എന്ന് പറയുന്ന ഒരു ടൈമിൽ കറണ്ടിലെ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന കറണ്ടിന്റെ വേരിയേഷൻസ്, കാരണം നമുക്ക് ഇവിടെ ഒരു ഫീൽഡ് വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ പിയിൽ ഉണ്ടാകുന്ന ഫീൽഡ് വേരിയേഷൻസ് T എന്ന് പറയുന്ന സെക്കൻഡിൽ കറണ്ടിനുണ്ടാകുന്ന വേരിയേഷൻ കാരണം ഉണ്ടായതല്ല, അത് തൊട്ടു മുന്നിലുള്ള ഏതോ ഒരു ടൈമിലുണ്ടായ കറണ്ട് വേരിയേഷൻസ് കാരണം ഉണ്ടായ ഫീൽഡ് വേരിയേഷൻസ് ആണ് T എന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് T എന്ന ടൈമിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ കറണ്ടിന്റെ വേരിയേഷൻ നമുക്ക് അത് കഴിഞ്ഞുള്ള സമയത്ത് മാത്രമേ ഫീൽഡ് വേരിയേഷൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ചെറിയ ഡിലേ ടൈം അവിടെ ഉണ്ടായി. അതിനെയാണ് നമ്മൾ ടോയ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടോയ് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ റിട്ടാർഡഡ് ടൈം എന്നാണ് പറയുന്നത്. റിട്ടാർഡഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റ് ടൈം ആണ് T എടുക്കുന്നത്. T മൈനസ് R/C. ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറും ഈ P എന്ന് പറഞ്ഞ ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി ആണ് വരിക. ഇതാണ് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ് നമ്മളിവിടെ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇതിനാണ് റിട്ടാർഡഡ് ടൈം എന്ന് പറയാം. ഒന്നും കൂടെ ഞാൻ പറയാം, റിട്ടാർഡഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ റിട്ടാർഡഡ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് നമ്മൾ കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ T എന്ന് പറഞ്ഞ ടൈമിൽ കറണ്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് കറണ്ടിന് ചേഞ്ചസ് നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ട് ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ഇവിടെ ഫീൽഡ് നോക്കുക, ഫീൽഡിൽ നമുക്ക് വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷേ ഈ വേരിയേഷൻ എന്ന് പറയുന്നത് T എന്ന് പറയുന്ന ടൈമിലുണ്ടായ കറണ്ട് ചേഞ്ച് കൊണ്ടുണ്ടാകുന്നതല്ല. നമുക്ക് പിന്നെ വരുന്നത് എന്താ, T മൈനസ് R/C, അതായത് ടോയ് എന്ന് പറയുന്ന ടൈമിലുണ്ടായ ചേഞ്ച് ആണ്, കറണ്ടിനുണ്ടായ ചേഞ്ച് കൊണ്ടുണ്ടായ ഫീൽഡ് വേരിയേഷൻസ് ആണ് ഇപ്പൊ നമുക്ക് P കിട്ടുന്നത്. അപ്പൊ അതെന്താ, തൊട്ട് പുറയിലല്ലേ കുറച്ച് സമയത്തിന് മുമ്പേ ഉള്ള സമയം, അതാണ് നമുക്ക് റിട്ടാർഡഡ് ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, റിട്ടാർഡഡ് ടൈം, റിട്ടാർഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് റിട്ടാർഡഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. I is equal to Im sin omega. ടിയുടെ പ്ലേസിൽ എന്താ, റിട്ടാർഡഡ് ടൈം കൊടുക്കുക, T മൈനസ് R/C എന്ന് നമ്മളിവിടെ കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഈ ഒമേഗ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഒമേഗ T മൈനസ് β/R, ബീറ്റ എന്ന് പറയുന്നത് ω/C യെ നമുക്ക് ബീറ്റ എന്നുള്ള പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. അപ്പൊ നമുക്കിവിടെ റിട്ടാർഡഡ് കറണ്ട് നമുക്കിവിടെ കിട്ടി. റിട്ടാർഡഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും, I is equal to Im sin omega t minus beta r.